ഇന്ന് നമുക്ക് കേന്ദ്രത്തിൻ്റെ ദിനസരി കേന്ദ്രത്തിലുള്ള വർക്കേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കർമ്മയോഗ ശ്ലോക സംഗ്രഹത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. കർമ്മയോഗൈകനിഷ്ഠ എന്നാണല്ലോ നമ്മുടെ പ്രാർത്ഥനയിലുള്ളൊരു പ്രധാനപ്പെട്ട പദം. അപ്പോൾ കർമ്മയോഗത്തിനെ നമ്മുടെ നിഷ്ഠയാക്കി മാറ്റണം. എങ്ങനെയാണ് ഒരു തിയറിയെ പ്രാക്ടിക്കലായിട്ട് മാറ്റുക? അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പഠനങ്ങളൊക്കെ വേണം. അതിന് ഏറ്റവും പറ്റിയത് ശ്രീകൃഷ്ണൻ തന്നെ അർജുനനോട് ഉപദേശിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ നിന്ന് പ്രത്യേകം കർമ്മശ്ലോകത്തിനെ വിശദീകരിക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ കർമ്മയോഗ ശ്ലോക സംഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകനാഥജി ഇരിക്കുന്ന കാലത്ത് ഉണ്ടാക്കിയതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പുതിയതായിട്ടുള്ള കുറച്ച് ശ്ലോകങ്ങളും കൂടി അതിലേക്ക് ഉൾച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ശ്ലോകം വരുന്നത് കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. ആ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ വാസ്തവത്തിൽ കർമ്മയോഗത്തിൻ്റെ ഒരു സംഗ്രഹമുണ്ട്. വിവേകാനന്ദ സ്വാമികളുടെ വാക്കിൽ ദി ഗോൾ ഇൻ ലൈഫ് ഈസ് ടു മാനിഫെസ്റ്റ് ദറ്റ് ഡിവിനിറ്റി എന്ന് പറയണ്ടല്ലോ. അതുകൊണ്ടാണ് ഒരു മനുഷ്യജീവൻ്റെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കണം? പദം ഗച്ഛന്ത്യനാമയം. അനാമയമായിരിക്കുന്ന അന്തിമ പദത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കണം. അതാണ് ആ ശ്ലോകത്തിൻ്റെ അവസാനത്തെ പദമായിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അതിപ്രധാനമായ ലക്ഷ്യമായിട്ട് അതെടുത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണ ജന്മബന്ധവിനിർമുക്താഃ. അപ്പോൾ ഈ ലക്ഷ്യത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് എത്താൻ സാധിക്കാത്തത്? ഓരോ മനുഷ്യരും ജനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നാച്ചുറലായിട്ട് ജനിച്ച് നമുക്ക് കയ്യും കാലും തലയൊക്കെ വരണ മാതിരി ഞങ്ങൾ വന്നൂടെ? ജന്മാന്തരങ്ങളായിട്ട് ചില ബന്ധനങ്ങളും കൊണ്ടാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. ഭാരതീയ തത്വചിന്തയിൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളും അതിൻ്റെ പ്രാരബ്ധങ്ങളൊക്കെയാണ് ഓരോ ജീവിതത്തിലും അനുഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് റിലീസ് കിട്ടണം, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ മുന്നോട്ടുള്ള ഈ പദം ഗച്ഛന്ത്യനാമയത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ജന്മ കൊണ്ടുണ്ടാകുന്ന ബന്ധനത്തിൽ നിന്ന് നിർമുക്തരാകണം. അതെങ്ങനെയാണ് ചെയ്യുക? കർമ്മജം ബുദ്ധിയുക്താഹി. ഓരോ കർമ്മത്തിനും അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ട്. ഒരു പൂവിന് അതിൻ്റെ വാസന, ഒരു ഉള്ളിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സ്മെല്ല്. അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. അതേമാതിരി ആര് എന്ത് കർമ്മം എവിടെ ചെയ്താലും ആ കർമ്മത്തിൽ നിന്ന് കർമ്മത്തിൽ നിന്ന് തന്നെ ജനിക്കുന്നതായിട്ടുള്ള ഒരു ഫലമുണ്ട്. അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതതിൻ്റെ കൂടെ വരുന്നതാണേ. ശ്രീരാമകൃഷ്ണൻ പറയണ മാതിരി ഉള്ളി നന്നേക്കാൾ കയ്യിൽ അതിൻ്റെ സ്മെല്ല് വരും. അതുകൊണ്ട് നമ്മൾ കഴുകി കളയണമെന്നൊക്കെ പറയണ മാതിരി. അല്ലെങ്കിൽ ചക്ക നന്നാക്കുമ്പോൾ ചക്ക മുളഞ്ഞത് ഇല്ലാതിരിക്കാനായിട്ട് എണ്ണ പറ്റണം എന്നൊക്കെ പറയുന്ന ഉപദേശങ്ങളുണ്ട്. അതേമാതിരി ഈ കർമ്മത്തിനോട് ചേർന്ന് വരുന്നതാണ് അതിൻ്റെ ബന്ധനം. അപ്പോൾ കർമ്മം ചെയ്യാൻ വേണം, എന്നാൽ ബന്ധനം പാടില്ല. അങ്ങനെയുള്ള ഒരു സയൻസ് അത് ഭാരതത്തിൻ്റേതാണ് കേട്ടോ. കർമ്മഭൂമിയായ ഭാരതത്തിലാണ് കർമ്മം ചെയ്തോളൂ, പക്ഷെ ഞങ്ങളെ ഒരു പുതിയ വിദ്യ പഠിപ്പിച്ചു തരാം. കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മുടെ ജീവനെ ഒഴിവാക്കുന്ന മാതിരിയുള്ള ഒരു
വെരി ഫാന്റാസ്റ്റിക് സയൻസാണത്. വേറെ എവിടെയും ഇല്ല. വേറെ എല്ലാ ദിക്കിലും ആൾക്കാർ കർമ്മം ചെയ്യുന്നത് ഫലം കിട്ടാനായിട്ടാണ്. ഞാൻ പഠിക്കണോ, എനിക്ക് മുന്നേറണം, എനിക്ക് ജോലി വേണം, എനിക്ക് ശമ്പളം വേണം, എനിക്ക് നല്ലതായിട്ടുള്ളൊരു ജീവിതം വേണം. അങ്ങനെ ഓരോരുത്തരും ഓരോ കർമ്മത്തിൻ്റെയും പിന്നിൽ അവരുടേതായിട്ടുള്ള ആശയം അഭിലാഷങ്ങളൊക്കെ കോർത്ത് വെച്ച് 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 എന്താണ് അവസാനം? കർമ്മം എന്ന് പറയുന്നത് ബന്ധനമായിട്ട് മാറുന്നു. അപ്പോൾ ആ ബന്ധനത്തിൽ നിന്ന് മുക്തമാകാതെ യാതൊരു വഴിയില്ല. എന്നാൽ പിന്നെ എന്താ ചെയ്യുക? കർമ്മജം ബുദ്ധിയുക്താഹി, ബുദ്ധി ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചൂടുള്ള പാത്രത്തിൽ നമ്മൾ ചൂട് തട്ടാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ടവലോ എന്തെങ്കിലും ഉപയോഗിക്കും. അതേമാതിരി ഈ കർമ്മത്തിൻ്റെ വാസനയിൽ നിന്ന് മുക്തമാകാനായിട്ട് എന്തുപയോഗിക്കാൻ സാധിക്കും? അതിൻ്റെ ഫലത്തിനെ വേണ്ട എന്ന് പറയും. ഫലം തെക്വാ മനീഷിണഃ. ഇത്തിരി ബുദ്ധിയുള്ള മനുഷ്യർ ഞാൻ കർമ്മം ചെയ്യും, എനിക്ക് അതിൻ്റെ ഫലം ആവശ്യമില്ല എന്ന് പറയാൻ പഠിച്ചാൽ കർമ്മജം എന്നുള്ള ആ വാസനകളൊന്നും നിങ്ങളുടെ മേത്ത് വരില്ല. സോ കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തെക്വാ. അതിന് നമ്മൾ പഠിക്കണം. സാധാരണ കുടുംബങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടി തന്നെ പറ്റുള്ളൂ. അതേമാതിരി വിവേകാനന്ദ കേന്ദ്രം മാതിരിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് നമ്മുടെ സകലതും കേന്ദ്രം വഹിക്കണോ, നമുക്ക് ഭക്ഷണം തരണു, നമുക്ക് താമസിക്കാനുള്ള സ്ഥലം തരണു, നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പ്രവർത്തിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരണു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തായി? നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് പ്രത്യേകിച്ചൊരു ഫലം ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണോ ഒരു മൊട്ട് വിരിഞ്ഞ് പൂവായിട്ട് വരുമ്പോൾ അതിൽ വാസന വരുന്നത്, അതിൽ തേനൂറുന്നത്, അതേമാതിരി നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കും. നമ്മളുടേതായിട്ടുള്ള ഒരു ആഗ്രഹമോ അഭിലാഷമോ ആകാംക്ഷയോ ഒന്നും നമുക്ക് കർമ്മത്തിനോട് കൂടി ചേർക്കണ്ട. കർമ്മജം ബുദ്ധിയുക്താഹി. അത് പക്ഷേ ബുദ്ധി ഉപയോഗിച്ചിട്ടേ ചെയ്യുള്ളൂ. വെറുതെ മെക്കാനിക്കലായിട്ട് ചെയ്യാൻ പറ്റില്ല. അതിനെപ്പറ്റി ധ്യാനിച്ച് നോക്കണം. അപ്പോൾ അതിനെന്ത് വേണം? അതിനെ പറ്റിയിട്ടുള്ള അറിവ് വേണം. കർമ്മത്തിനെ പറ്റിയിട്ടുള്ള അറിവ് വേണം. 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പ്രത്യേകിച്ച് പറയുന്നതാണ് ജ്ഞാനകർമ്മ സന്യാസം. ജ്ഞാനം കൊണ്ട് കർമ്മത്തിനെ ട്രീറ്റ് ചെയ്താൽ അത് സന്യാസമായിട്ട് മാറും. എന്തൊരു അത്ഭുതമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണോ നോക്കൂ. നമ്മൾ വിചാരിച്ചേക്കുന്നത് സന്യാസിയുടെ വേഷം ധരിച്ചാലേ സന്യാസിയാവുള്ളൂ എന്നാണ്. ഭഗവാൻ പറയുന്നത് അങ്ങനെയൊന്നല്ല. നിങ്ങൾ ചെയ്യുന്ന ഏത് കർമ്മവും നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ ഫലം എടുത്തില്ല, നിങ്ങളൊരു സന്യാസിയുടെ ജീവിതമാണ് നിങ്ങളുടെന്ന് പറയും. അപ്പോൾ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ യേശുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു സന്യസ്ത ജീവിതമാണ്. ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കണം, പക്ഷെ എനിക്കതിൽ നിന്നൊന്നും ആവശ്യമില്ല. എന്തൊരു സ്വച്ഛ സുന്ദരമായിട്ടുള്ള ഭാവനയാണ് നോക്കൂ. ഞാനിങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ കർമ്മത്തിന് എന്നെ തൊടാൻ കഴിയില്ല. കർമ്മത്തിന് എന്നെ ബന്ധിക്കാനായിട്ട് കഴിയില്ല. കർമ്മം എനിക്കൊരു ബന്ധനമല്ല. കർമ്മം എനിക്കൊരു ആഹ്ലാദമാണ്. ഞാൻ ജീവിച്ചിരുന്നാൽ ആ ജീവൻ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വിവേകാനന്ദ സ്വാമി പഠിപ്പിച്ചിട്ടില്ലേ? ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായ. ലോകസംഗ്രഹത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതെല്ലാം ലോകസംഗ്രഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായി? എൻ്റേതെന്ന് പറയാൻ കർമ്മത്തിലൊന്നുമില്ല. ഞാൻ, എൻ്റെ, എനിക്ക്, ഇത് മൂന്നും കർമ്മത്തിൽ നിന്ന് കളയാം. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമില്ല. എൻ്റെ ആഗ്രഹമനുസരിച്ച് നടക്കണം എന്നുള്ള ഭാവമില്ല. എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹമില്ല. അപ്പം എന്തായി? കർമ്മം ബിക്കം സംതിങ് വെരി വെരി പ്യുവർ. ഒരു ക്രിസ്റ്റൽ, ഒരു ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ ഏത് നിറത്തിന് അതിൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കണേ ചൈന നിറം കിട്ടുമല്ലേ? ക്രിസ്റ്റലിന് അതിൻ്റേതായിട്ടുള്ള നിറമില്ല. അതേമാതിരി നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം യാതൊരു തരത്തിലുള്ള നിറമില്ലാതെ സ്വച്ഛ സുന്ദരമായിട്ട് നമുക്ക് കർമ്മം ചെയ്യാനായിട്ട് സാധിക്കും.